Hi, good morning. Let us continue with the last class. In the previous classes, we already discussed the crystal field splitting in octahedral complexes and also for tetrahedral complexes. Now we have to discuss the crystal field splitting in tetragonal and square planar complexes. Let us discuss how a tetragonal or square planar complexes split by the approach of ligand field. What is meant by a tetragonal complexes? Now, this is the structure for a regular octahedron. We know that in a regular octahedral, all the 6 ligands are placed in the corners of an octahedron. Regular octahedral, നമ്മൾ octahedral സ്ട്രക്ചറും അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. റെഗുലർ octahedral 6 ലിഗാൻസും ഒരു octahedrൻ്റെ ഒരു octahedral സ്ട്രക്ചറിൻ്റെ കോർണേഴ്സിലാണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ഒരു റെഗുലർ octahedral എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റലിൽ നിന്നും ലിഗാൻസിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാ ലിഗാൻസിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. സെൻട്രൽ മെറ്റലിൽ നിന്നും 6 ലിഗാൻസിലേക്കും സെയിം ഡിസ്റ്റൻസ്, സെയിം ലെങ്ത് ആണ്, ബോണ്ട് ലെങ്ത് ആണ് വരുന്നത്. അതിനെയാണ് അതിന് എന്താണ് ഒക്ടഹെഡ്രൽ റെഗുലർ ഒക്ടഹെഡ്രൽ എന്ന് പറയുന്നത്. അതിൻ്റെ സ്പ്ലിറ്റിങ്ങും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, റെഗുലർ ഒക്ടഹെഡ്രൽ ഒരു ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മെറ്റലിലുള്ള ഡി ഓർബിറ്റൽസ് split ചെയ്യുന്നുണ്ട്. That is, the energy of T2G orbital is lowered and the energy of EG orbital is raised because T2G orbitals are lie in between the axis. Here the ligands are approaches along the axis, so the metal orbitals which lie in between the axis is stabilized, or the repulsion due to ligand electron is less in the case of T2G orbitals. ഇതിൻ്റെ ബിറ്റ്വീൻ ആയതുകൊണ്ട് T2G ഓർബിറ്റൽസിന് ഇൻ ബിറ്റ്വീൻ ദ ബിറ്റ്വീൻ ദ ആക്സിസിലാണ് മെറ്റൽ ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ലിഗാൻഡിലുള്ള ഇലക്ട്രോൺസിൻ്റെ റിപ്പൽഷൻ കമ്പാരിറ്റീവ്ലി EG ഓർബിറ്റലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ്. ഓക്കെ, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ലിഗാൻഡ് ഇലക്ട്രോൺസും മെറ്റൽ ഡി ഇലക്ട്രോൺസും തമ്മിലുള്ള റിപ്പൽഷൻ കൊണ്ടാണ്. EG orbitals are which lie along the axis which have more repulsion by ligand field. So the energy of EG orbital is raised and energy of T2G orbital is lowered. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ക്ലാസ്സസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, this is the structure for a tetragonal complexes. In the case of tetragonal complexes, the 2 ligands lying along the z-axis are moved away or it is just elongated. Tetragonal complexil z-axis occupy ചെയ്യുന്ന ലിഗാൻസ്, 2 ലിഗാൻസ് ആണ് z-axis ഓക്യുപ്പൈ ചെയ്യുന്നത്. ആ 2 ലിഗാൻസിനെയും ഇലോങ്ങേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ജസ്റ്റ് മൂവ് ചെയ്യുക, മൂവ് എവേ ഫ്രം ദി മെറ്റൽ. താഴോട്ടേക്ക് ഈ ഒരു ലിഗാൻഡിനെ താഴോട്ടേക്കും ഈ ഒരു ലിഗാൻഡിനെ മേലോട്ടേക്കും മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ ഒക്ടഹെഡ്രൽ കോംപ്ലെക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എല്ലാ ലിഗാൻസും സെയിം ഡിസ്റ്റൻസിനാണ് ഉള്ളത് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ടെട്രഗോണൽ എടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് എന്താ പറയുക, ഡിസ്റ്റോഷൻ ഫ്രം എൻ ഒക്ടഹെഡ്രൽ കോംപ്ലെക്സസ്. ഒക്ടഹെഡ്രൽ കോംപ്ലെക്സിൻ്റെ ഒരു ഡിസ്റ്റോഷൻ ആയിട്ട് പറയാം. കാരണം XY ആക്സിസിലുള്ള ലിഗാൻസിന് ഒരു മാറ്റവും വരുന്നില്ല. അത് കമ്പാരിറ്റീവ്ലി കംപ്രസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഈ Z ആക്സിസിലുള്ള ലിഗാൻസ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് കമ്പാരിറ്റീവ്ലി അത് X ആക്സിസിലുള്ള XY ആക്സിസിലുള്ള 4 ലിഗാൻസ് കംപ്രസ് ചെയ്യും. അതാണ് ഒരു ടെട്രഗോണലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ Z ആക്സിസിലുള്ള ലിഗാൻസിനെ മൂവ് ചെയ്യിക്കുമ്പം നോർമലി ഈ ഓർബിറ്റൽ ലിഗാൻഡിലുള്ള ഇലക്ട്രോൺസും മെറ്റലിലുള്ള ഇലക്ട്രോൺസും തമ്മിലൊരു റിപ്പൽഷൻ ഉണ്ട്. ആ റിപ്പൽഷൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അത് മൂവ് ചെയ്യുന്ന സമയത്ത് അത് മൂവ്ഡ് എവേ ആണ്, പുറത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ ഓർബിറ്റൽസിന് എഫക്റ്റ് ചെയ്യുന്ന റിപ്പൽഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറയും. എവിടെ? ഈ ഓർബിറ്റലിൽ Z ആക്സിസിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ലിഗാൻസ് Z ആക്സിസിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന മെറ്റൽ ഓർബിറ്റൽസിൻ്റെ റിപ്പൽഷൻ കമ്പാരിറ്റീവ്ലി കുറയും ദാൻ XY ആക്സിസ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ നമ്മൾ Z ആക്സിസിലുള്ള
ലിഗാൻഡിനെ പുറത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ഓർ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ മെറ്റലിലുള്ള ഡി ഓർബിറ്റൽസിൽ പലതരം ഓർബിറ്റൽസ് ഉണ്ട്, 5 ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ സെഡ് ആക്സിസുമായിട്ട് കൂടുതൽ എന്താ പറയുക അടുത്തേക്ക് വരുന്ന ഓർ സെഡ് ആക്സിസിലേക്ക് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിൻ്റെ റിപ്പൽഷൻ കുറയും. ദാറ്റ് മീൻസ് ഓർബിറ്റൽസ് വിച്ച് ലൈൻ along the z axis, the energy is decreases or it is more stabilized than the metal orbitals which lie along the xy axis. അതാണ് ഇവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ടെട്രഗോണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് z ആക്സിസിലുള്ള ലിഗാൻഡ്സ് which move away from the metal, so that the orbital which lie along the z axis effect less repulsion than which lie along the xy axis. z ഓർബിറ്റൽസിൽ ലൈ ചെയ്തിരിക്കുന്ന മെറ്റൽ ഓർബിറ്റൽസിൻ്റെ എനർജി കുറയും. കമ്പാരിറ്റീവ്ലി XY ആക്സിസിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിൻ്റെ എനർജി കൂടും. ദെൻ ദ സ്പ്ലിറ്റിംഗ് ടേക്സ് പ്ലേസ് ലൈക്ക് ദിസ്. ഇവിടെ ഒക്ടഹെഡ്രലിൻ്റെ കേസിൽ നമ്മൾ DXY, DYZ ആൻഡ് DXZന് ഡീജനറേറ്റ് ആയിരുന്നു. ഇതിൻ്റെ എനർജി സെയിം ആയിരുന്നു. അതേപോലെ തന്നെ DX² - Y² ആൻഡ് DZ² ഓർബിറ്റൽസ് ഡീജനറേറ്റ് ആയിരുന്നു. But in the case of tetragonal complex, z ആക്സിസിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിൻ്റെ എനർജി കുറഞ്ഞു. കാരണം z ആക്സിസിലുള്ള ലിഗാൻഡ് മൂവ് എവേ ഓർ ഇലോങ്ങേറ്റഡ്. ദാറ്റ്സ് വൈ ദ ഓർബിറ്റൽസ് വിച്ച് the energy of orbitals which lie along the z axis is decreases. ഇവിടെ 3 ഓർബിറ്റൽസ് എടുക്കുകയാണെങ്കിൽ XY എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി X ആൻഡ് Y ആക്സിസിലാണ്. പക്ഷേ DXZ, DYZ എന്ന് പറയുന്നത് ആക്സിസിൽ അല്ലെങ്കിലും ആക്സിസിനോട് അപ്രോച്ച് ചെയ്തിരിക്കുന്നുണ്ട്. Z ആക്സിസിൻ്റെ അടുത്തേക്കാണ് DXZും DYZും വരുന്നത്. അതുകൊണ്ട് Z ആക്സിസിലുള്ളത് കൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും എനർജി കുറയും, DXZ ആൻഡ് DYZ. അതേപോലെ തന്നെ DXY കമ്പാരിറ്റീവ്ലി DXYയുടെ എനർജി കൂടും. ഓക്കെ, in the case of EG orbital DX² - Y² ഉണ്ട്, DZ² ഉണ്ട്. ഇവിടെ DX² - Y² എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് XY ഓർബിറ്റൽ XY ആക്സിസിലാണ്. ആൻഡ് DZ² which oriented along the Z axis and the energy of DZ² decreases and the energy of DX² - Y² increases. That is, splitting takes place like this. ഇതിൻ്റെ സ്പ്ലിറ്റിങ്ങിൻ്റെ എനർജി ഓർഡർ പറയുകയാണെങ്കിൽ നമ്മൾക്ക് പറയാം DXZ, DYZ. DXZ equal to DYZ less than DXY which is less than DZ² which is less than DX² - Y². ഇതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ദി കേസ് ഓഫ് ടെട്രഗോണൽ കോംപ്ലക്സസ്. അതിൽ ജസ്റ്റ് ആ ഒരു കാര്യം എന്താണ് സംഭവിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സ്പ്ലിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. ഒരു റെഗുലർ ഒക്ടഹെഡ്രലിൻ്റെ കേസിൽ T2G, EG ആയിട്ട് മാത്രമേ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ടെട്രഗോണൽ വരുന്ന സമയത്ത് Z ആക്സിസ് ആർ മൂവ്ഡ് എവേ ഓർ വിച്ച് ഇറ്റ് ഈസ് ഇലോങ്ങേറ്റഡ് ദാൻ ദി ഓർബിറ്റൽസ് ലൈ അലോങ് ദി Z ആക്സിസ്. ദ എനർജീസ് ഡിക്രീസസ് ആൻഡ് ദ എനർജി ഓഫ് the orbitals which lie along the XY axis increases. That is, the splitting takes place like this. Then this is in the case of square planar complexes. Tetragonal നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് സ്ക്വയർ പ്ലാനാറിലേക്ക് പോകാം. ഒക്ടഹെഡ്രലിൽ നിന്ന് Z ആക്സിസ് കുറച്ച് മൂവ് ചെയ്യാം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെട്രാഗണൽ കോംപ്ലക്സ് ആയി വീണ്ടും 2 Z ആക്സിസിലുള്ള ഓർബിറ്റൽസ് വീണ്ടും ഇൻഫിനിറ്റ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മൂവ് ചെയ്യുക ഓർ ഇറ്റ് ഈസ് മൂവ്ഡ് ഫാർ എവേ എന്ന് പറയാൻ വേണമെങ്കിൽ കംപ്ലീറ്റ്ലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് കിട്ടി. ദാറ്റ് ഇസ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ക്വയറിൽ 4 ലിഗാൻഡ്സ്, ദാറ്റ് ഇസ് XY ആക്സിസിലാണ് 4 ലിഗാൻഡ്സും ഉള്ളത്. Z ആക്സിസിൽ ലിഗാൻഡ് ഇല്ല.
അത് നമുക്ക് വേണമെങ്കിൽ z ആക്സിസിലുള്ള ലിഗാൻഡ് കംപ്ലീറ്റ്ലി മൂവ്ഡ് ഫാർ എപ്പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ z ആക്സിസിലുള്ള ലിഗാൻഡ്സിനെ കൊണ്ട് ഒരു ഇഫക്റ്റും ഈ മെറ്റൽ ഓർബിറ്റലിന് സംഭവിക്കുന്നില്ല. അതാണ് സ്ക്വയർ പ്ലാനാറിൻ്റെ കേസ്. ഓക്കെ, അതിൻ്റെ സ്പ്ലിറ്റിംഗ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് മൂവ് ചെയ്തപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് z ആക്സിസിലുള്ള ലിഗാൻഡ്സ് മൂവ് ചെയ്തപ്പോൾ തന്നെ മെറ്റൽ ഓർബിറ്റൽസിൻ്റെ സ്പ്ലിറ്റിംഗ് നമ്മൾ കണ്ടു. z ഓർബിറ്റൽ ഓർ z ആക്സിസിലേക്ക് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിൻ്റെ എനർജി കുറഞ്ഞിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ്ലി മൂവ് ചെയ്താലോ, കംപ്ലീറ്റ്ലി z ഓർബിറ്റൽസ് മൂവ് ചെയ്ത് കഴിഞ്ഞാലോ എന്ത് സംഭവിക്കും? z ആക്സിസിലുള്ള ഓർബിറ്റൽസിൻ്റെ എനർജി നന്നായിട്ട് കുറയും ഓർ വീണ്ടും കുറയും. അതേപോലെ dxy ആക്സിസിലുള്ള ഓർബിറ്റൽസിൻ്റെ എനർജി കൂടും ടെട്രഗണലിനേക്കാളും. അപ്പോഴെന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ dxz dyz എന്ന് പറയുന്നത് z ആക്സിസിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ലിഗാൻഡ്, അതിൻ്റെ എനർജി വീണ്ടും കുറയും. ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് dxz dyz dxy എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് z ആക്സിസിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊരു കൺഫ്യൂഷൻ വേണ്ട. z ആക്സിസ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ മീൻസ് അതിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. z ആക്സിസിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ഓർബിറ്റലാണ് dxzഉം dyzഉം കമ്പാരിറ്റീവ്ലി dxy. ഓക്കെ, അതുകൊണ്ട് dxz dyzന് എനർജി വീണ്ടും കുറഞ്ഞു. എന്ത് ചെയ്തപ്പോൾ? z ആക്സിസിലുള്ള ലിഗാൻഡ്സ് കംപ്ലീറ്റ്ലി മൂവ് ചെയ്തപ്പോൾ, റിമൂവ് ചെയ്തപ്പോൾ. അതേപോലെ തന്നെ dxyയുടെ എനർജി കൂടി. ഓക്കെ, അത് കൂടി. ഇനി ഈ ജി ഓർബിറ്റൽസ് എടുത്തു കഴിഞ്ഞാലും dz² എന്ന് പറയുന്നത് z ആക്സിസിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ലിഗാൻഡാണ്. അതിൻ്റെ എനർജി കുറഞ്ഞു, ഇവിടത്തേക്ക് വന്നു. കാരണം dxyനേക്കാളും എനർജി കുറഞ്ഞു വന്നു സ്ക്വയർ പ്ലാനാറിൻ്റെ കേസിൽ dz². പിന്നെ dx² - y²ൻ്റെ എനർജി കൂടി. This is the splitting of square planar complexes, that is dxz dyz less than dz² which is less than dxy and which is less than dx² - y². Okay, this is the crystal field splitting in tetragonal and square planar complexes. ഒന്നുമില്ല, ഒക്ടഹെഡ്രൽ കോംപ്ലക്സസ് തന്നെ ഡയറക്റ്റ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് പറയാൻ പറ്റും. z ഓർബിറ്റൽസിനെ z ലിഗാൻഡ്സിനെ ഇലോങ്ങേറ്റ് ചെയ്യുക, വീണ്ടും ഇലോങ്ങേറ്റ് ചെയ്യുക. സ്ക്വയർ പ്ലാനാറിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഇലോങ്ങേറ്റ് ചെയ്തു ഓർ മൂവ് എപ്പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കംപ്ലീറ്റ്ലി മൂവ് ചെയ്തപ്പോൾ ആ ഓർബിറ്റൽസിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു അതാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ കേസിൽ പറയുന്നത്. Okay, that's all about crystal field splitting in tetragonal and square planar complexes. Thank you.